ഹായ് ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിഭവം ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മളെ വീട്ടിലൊരു ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണെന്ന് എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ പതിവ് പോലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പരിപാടി പൊതുപ്പും വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടുക എന്നുള്ളതാണ്. അത് എന്നെത്തിയും പണിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ദേ അടുക്കളയിലേക്ക് കയറി മോളുടെ പാല് തിളപ്പിച്ചവിടെ മാറ്റി വെച്ചിട്ട് ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചുട്ടാ. ആകെ കൂടി ഒരു ആലോചന ചിന്തയൊക്കെയാണ് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ദോശയും ചെറുപയർ കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അതിലേക്കുള്ള സവോളയും കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്നെ അപ്പുറത്ത് കുറച്ച് മുളക് ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ മഴ കാരണം കൊണ്ട് ചൂടാക്കാൻ പറ്റാതെ വെയിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ദോശയും ചെറുപയർ കറിയും ഉണ്ടാക്കുന്നത് എഡിറ്റ് ചെയ്യണ സമയത്താണ് വീഡിയോ എടുത്ത് ഡിലറ്റ് ആയി പോയെന്ന് മനസ്സിലായത് കേട്ടോ. പിന്നെ ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ അതിൽ കൂടെ കൂട്ടി ചേർത്തതാണ് കേട്ടോ. തക്കാളി സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒറ്റ വാട്ടൽ മൂടി വെച്ചിട്ടാ. ഒപ്പം അപ്പുറത്ത് തന്നെ ദോശയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സമയം വെറുതെ വേസ്റ്റ് ആക്കിയതല്ലോ. എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണികൾ തീർത്തിട്ട് അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഏത് സമയം അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണികൾ ചീഞ്ഞ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. രാവിലെ എഴുന്നേറ്റാൽ ചായം കടി ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ ചോറും കറികളൊക്കെ ആക്കി പാത്രങ്ങളൊക്കെ കഴുകി ഒപ്പം തന്നെ തിരുമ്പൽ തുടക്കൽ എല്ലാം കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ നമുക്ക് പണികൾ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നാലല്ലേ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കാനും വർത്താനം പറയാനും നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം മാറ്റി വെക്കാനൊക്കെ പറ്റുള്ളൂ. ഏത് സമയം കുക്കിങ് പാചകം അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളതായ കാര്യങ്ങൾ ചെയ്യാനൊന്നും ഒരു സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേഗം പണികൾ തീർത്തിട്ട് പെട്ടെന്ന് കുളിയും കഴിഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുമ്പോൾ നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെയാണ് കേട്ടോ. കറിയിലേക്ക് വേണ്ട മല്ലിമുളകും മഞ്ഞളും ഗരം മസാലയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ ചെറുപയർ കറി റെഡി ആയിട്ടാണ്. അങ്ങനെ ചായകുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്കലത്തേക്ക് കുറച്ച് ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. അത് ഞാൻ എന്തായാലും ഇതിൽ കാണിക്കണില്ല, കാരണം നമ്മളെ പോസ്റ്റിൻ്റെ പേര് തന്നെ മോർണിംഗ് റൂട്ടീൻ എന്നാണല്ലോ. അപ്പോൾ വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാ പാത്രങ്ങളും കഴുകി സിങ്കൊക്കെ ഉണ്ട് കഴുകിയിട്ട് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടാൽ പിന്നെ അന്ന് ദിവസം ഫുള്ള് ഒരു സുഖമാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിട്ട് ചെയ്ഞ്ഞിരിക്കുമ്പോൾ നമ്മളെ മനസ്സും അതേപോലെ തന്നെ ആയിപ്പോകൂലേ. അപ്പോൾ എന്ത് പണികൾ എന്ത് തിരക്കുണ്ടെങ്കിലും അപ്പോൾ ആവണ പാത്രങ്ങൾ അപ്പോൾ കഴുകി വെച്ചാൽ നമുക്കും പണിയും ഭാരം കുറയും, നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ കഴുകി തുടച്ചിട്ടിട്ടാ. ഇനി കഴുകിയ പാത്രങ്ങൾ വെള്ളം വരാൻ വേണ്ടിയിട്ട് കൊട്ടയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചാൽ മതിട്ടാ. ഇന്നും ഒരു 2.5 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുള്ള കാരണം കൊണ്ട് ആ വെള്ളം ഒരു അളവിനായിട്ട് കപ്പിന് അവിടെ എടുത്ത് വെക്കൂട്ടാ. ഇല്ലെങ്കിൽ കുടിക്കാൻ മറന്നു പോകും വിചാരിച്ചിട്ട് അതും അവിടെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം കുക്ക് ചെയ്യാൻ അടുക്കളയിലേക്ക് വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് സ്ലാബൊക്കെ ഒന്ന് തുടച്ചിട്ടപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞുട്ടാ. അപ്പോൾ അരി അടുപ്പത്തിട്ടതിൻ്റെ ശേഷം ഇനി നമുക്ക് കുറച്ച് നേരം ഒരു വിശ്രമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടാ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറെ ചില വിശേഷങ്ങളും കാര്യങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.